തുറന്നു. അപ്പോൾ നമ്മളിതാ തിരിച്ച് പഠിത്തത്തിൻ്റെ ട്രാക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പെർഫെക്റ്റ് ടൈം ടേബിൾ വേണമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കൂൾ ടൈം എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു പെർഫെക്റ്റ് ടൈം ടേബിളാണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോരുത്തരുടെ പഠിക്കാനുള്ള എനർജറ്റിക് ആയിട്ടുള്ള ടൈം ഡിഫറൻ്റ് ആണ്. ചിലവർക്ക് നേരത്തെ എഴുന്നേറ്റ് പഠിച്ചാലായിരിക്കും നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുക, ചിലർക്ക് ലേറ്റ് ആയിട്ടായിരിക്കും. പക്ഷേ ഈ ഒരു ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് എല്ലാവർക്കും പറ്റുന്ന ഒരു ടൈം ടേബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇതിനെ കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ നടത്താം, നിങ്ങളുടേതായിട്ടുള്ള രീതിയിലൊക്കെ മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടൈം ടേബിളിലേക്ക് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ രാവിലെ പോകാനുള്ളതുകൊണ്ട് രാവിലെ നേരത്തെ ബസ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് കുറച്ച് നേരത്തെ എഴുന്നേക്കണമല്ലോ. അപ്പോൾ രാവിലെ ഒരു 7 മണിക്ക് നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 7 മണി മുതൽ 7:30 വരെയുള്ള ഒരു സമയം നിങ്ങൾക്ക് വേക്കപ്പ് അല്ലെങ്കിൽ ഫ്രഷ് അപ്പിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. രാവിലത്തെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ അടുത്തത് 7:30 മുതൽ 8:30 വരെയുള്ള സമയം നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാം. അതായത് നമ്മൾ തലേന്നൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്കും കുറച്ച് മറന്നു പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് തലേന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കുക, റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഇനി 8:30 to 9:15 നിങ്ങൾക്ക് എന്ത് ചെയ്യാം മക്കളെ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം. അതേപോലെ നിങ്ങൾക്ക് സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് റെഡി ആവാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു സമയത്ത് നോക്കാം. അടുത്തത് 9:30 to 4 PM, രാവിലെ 9:30 മുതൽ 4 മണി വരെ നിങ്ങളുടെ സ്കൂൾ ടൈം. അപ്പോൾ ചിലർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും, ചിലപ്പോൾ 9:45 ഇല്ലെങ്കിൽ നേരത്തെ ക്ലാസ് തുടങ്ങുന്നവരുണ്ടാവും. അപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു സമയം ക്രമീകരിക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ടൈം ഇട്ടുന്നേ ഉള്ളൂ, നിങ്ങളുടെ ഒരു സ്കൂൾ ടൈമാണ് ഈ 4 മണി വരെ. അപ്പോൾ നിങ്ങൾ 4:30 ഇപ്പോൾ തിരിച്ചെത്തുകയാണെങ്കിൽ, ചിലപ്പോൾ ലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ 4:30 ഇപ്പോൾ തിരിച്ചെത്തുകയാണെങ്കിൽ 4:30 മുതൽ ഒരു 6 മണി വരെ ആ ഒരു സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഗെയിംസും അതേപോലെ ചായ കുടിക്കാനും നിങ്ങൾക്ക് കളിക്കാനും അടുത്തൊക്കെ പോയിട്ട് കളിക്കാനൊക്കെ ഉള്ളൊരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അതിനുശേഷം 6 മണി മുതൽ 7:30 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രെയർ, പ്രാർത്ഥന കാര്യങ്ങളും അതേപോലെ ഫാമിലി ടൈം, നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ടൈമാണ്. അപ്പോൾ അന്നന്ന് സ്കൂളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, വിശേഷങ്ങളൊക്കെ വീട്ടിൽ വന്ന് സംസാരിക്കുക, വീട്ടുകാരോട് കൂടി സമയം സ്പെൻഡ് ചെയ്യുക. ഓക്കെ, then അതിനുശേഷം 7:30 to 8:30 നമ്മുടെ എക്സാമിൻ്റെ ക്ലാസ്സുകളൊക്കെ ആ ഒരു സമയത്താണ്. അപ്പോൾ മക്കൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ലൈവ് ക്ലാസ്സിൽ തന്നെ എന്ത് ചെയ്യുക, അത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാനൊരു സമയം മാറ്റി വെക്കാതെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഏത് സബ്ജക്റ്റ് ആണോ അത് ആ ലൈവ് ക്ലാസ്സിൽ തന്നെ കറക്റ്റായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ലൈവ് കറക്റ്റായിട്ട് കാണാൻ നിങ്ങളത് മിസ്സാക്കരുത്. അടുത്തത് 8:30 to 9 PM നിങ്ങൾക്ക് എന്ത് ചെയ്യാം മക്കളെ, ഡിന്നർ കഴിക്കാം. ഓക്കെ, അപ്പോൾ രാത്രിയിലെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് പഠിത്തത്തിലേക്ക് തിരിച്ചു വരാം. 9 PM to 10:30 എഗെയിൻ സ്റ്റഡി ടൈമാണ്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്കൂളിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ഹോംവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ, നോട്ട്സൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് പ്രിപ്പയർ ചെയ്യാം. ഓരോ ക്വസ്റ്റ്യൻസ് ഓരോ സബ്ജക്റ്റിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം മക്കളൊന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് ഒരു പാട്ടൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പോയിട്ട് ഉറങ്ങാം. അപ്പം മിസ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഒരു ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്നവരും അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, പഠിക്കാനുള്ള സമയമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ക്രമീകരിക്കാം. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കോമൺ ആയിട്ട് പറ്റുന്നൊരു ടൈം ടേബിളാണ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഈ ഒരു ടൈം ടേബിൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്ക്, പഠിക്കാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ പഠിക്കാനുള്ള സമയമൊക്കെ നിങ്ങളൊന്ന് ക്രമീകരിച്ച് നോക്കുക. അപ്പോൾ നല്ല രീതിയിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, നല്ല രീതിയിൽ നിങ്ങളുടെ മാർക്സ് ഒക്കെ ഇമ്പ്രൂവ് ആവുന്ന കാണാൻ പറ്റും. സോ ഈ ഒരു ടൈം ടേബിൾ നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം.